എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ. ഇതൊരു അമ്മയും മകളുമാണ്. ഇതിൽ ആരാണ് അമ്മ, ആരാണ് മകൾ? ഇതാണ് അമ്മ, ഇതാണ് മകൾ. ശരിക്കും സർപ്രൈസ് ആയിട്ടാ? സർപ്രൈസ് അതോ ഒന്നല്ല 3 പിള്ളേരുടെ അമ്മയാണ്. ഞാന് 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് മോം ഡോട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം താഴെ പൊതുവെ എല്ലാവരും ഇതിലേതാ അമ്മ, അമ്മയെ കണ്ട മകളെന്നേ പറയൂ, മകളെ കണ്ട, അങ്ങനെയൊക്കെയുള്ള കുറെ ഇതൊക്കെ വരും. അപ്പൊ ഞാൻ അതിലാണ് ഇത് ഫെമിലിയർ ആണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ മോളോട് ചോദിക്കട്ടെ, അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോ എന്താണ് ശരിക്കും ഫീൽ ചെയ്യാറ്? ആദ്യമൊക്കെ കുറച്ച് നാണക്കേട്. എന്തിന് നോക്കണ ചിലപ്പോ അതിന്റെ ആയിരിക്കും. ജിഷ്ണു ഇതാണ് അല്ല സന്തു പറ്റില്ല, രാധാസ് മമ്മി. അല്ല അവൻ പറഞ്ഞ പോയിന്റ് ആണ്. അങ്ങനത്തെ ഒക്കെ നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങാനുള്ള എന്താണ് മോട്ടിവേഷൻ? അമ്മ പണ്ടേ ഡാൻസില് ഉഷാറാണോ? അമ്മ ഡാൻസറാണ് പണ്ടേ. ഓക്കെ. അമ്മ വഴി ഞാനും ഡാൻസ്, അമ്മ എന്നെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. തിരുവനന്തപുരമാണോ വീട്? അതെ. എവിടെയാണ്? തിരുവനന്തപുരത്ത് വലിയ വേളി. ഓക്കെ. അപ്പൊ അമ്മ ഇത് ചെറിയ ആളാണോ വലിയ ആളാണോ? മൂത്ത മോളാണ്. മൂത്ത മോളാണ്. അപ്പൊ ബാക്കി രണ്ടുപേരും? ഒരാള് 5th പഠിക്കുന്നു, മോളാണ്. ഒരാള് 3rd പഠിക്കുന്നു, മോനാണ്. ഇത് രണ്ടുപേരും വേറെ വേറെ കളറിലും ഒരേ ഡിസൈനുള്ള ഉടുപ്പും. But I'm loving it. Right? പിന്നല്ല, എന്തൊരു ഇൻസ്പിറേഷൻ ആണ് ഈ അമ്മ മക്കൾക്ക്. അവരും അമ്മമാരും ആ പ്രായമൊക്കെ ആകുമ്പോഴും അവരും വളരെ യങ് ആയിട്ടിരിക്കണം. അതെ അതെ, അത് സത്യമാണ്. കാരണം എന്നെ കാണുന്നത് കൊണ്ട് എന്റെ ഫിറ്റ്നസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അമ്മയുടെ ഫീലിംഗ് എന്താ? കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അമ്മകൾ വൈറലാണ്. ഓരോ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ മോക്കാദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വൈറലാവുന്ന സ്ഥിതിക്ക് അല്ലേ, നമ്മളതൊക്കെ കുഴപ്പമില്ല, നമുക്കൊരു കണ്ടന്റ് അല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നു. അമ്മക്ക് ഈ കമൻസ് ഒക്കെ കേൾക്കുമ്പോഴുള്ള ഫീലിംഗ് എന്താണ്? എനിക്ക് പാഷനാണ് ഡാൻസ്. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി നോക്കിയിട്ട് എൻ്റെ ടാലന്റ് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സോഷ്യൽ മീഡിയ. അമ്മയാണോ വീഡിയോ ഇടാൻ ഫസ്റ്റ് തുടങ്ങുന്നത്? അതെ, ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്ക് ഇടാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ലിപ് സിങ്കിങ് ഒക്കെ ആദ്യം ഇടുമായിരുന്നു. അതിന് വ്യൂസൊന്നും കിട്ടിയിട്ടില്ല, കുറെ വർഷങ്ങളായി. പിന്നെ ഈ റീസെന്റ് ആണ് ഡാൻസ് ഇടാൻ തുടങ്ങിയത്. പിന്നെ മോള് കുറച്ചുകൂടെ വളർന്ന് വന്ന ആ സമയത്താണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആയത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരേ ഒരു സൈസിലായതുകൊണ്ട് അതുകൊണ്ട് അതങ്ങ് കേറിപ്പോയി. പിന്നെ മോളെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അത് കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോവാണ്. എന്നെ പൊക്കിയും മോളെ കുറച്ചുമാണ് പറയുന്നത്. മീര. മോളുടെ പേരാ? റൈന. എന്ത് ചെയ്തു ചേച്ചി? ഞാൻ ഡാൻസ്. ചേച്ചിയെന്നു അമ്മ ആയതുകൊണ്ട് ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് ടീച്ചർ ആയിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ ടാലന്റ് കാണിക്കുന്നതും അതുവഴി എന്തെങ്കിലും ഏൺ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഡാൻസ് ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പാർട്ട് ടൈം ആർട്ടിസ്റ്റ് ആയിട്ടും ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. നിങ്ങളൊരു ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെ ചേച്ചി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല. +2. അത്ര ദേഷ്യം. അപ്പൊ മോളുടെ താഴെയുള്ളവരുടെ ഏജ് എന്താണ്? ഒരാള് 5th, ഒരാള് 3rd. അപ്പൊ ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ ഡാൻസ് ധമാക്കയിലെ സ്റ്റേജിൽ ചിലപ്പം ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എല്ലാവരും എന്താ 2 ഫ്രണ്ട്സ് ആണോ, സിസ്റ്റേഴ്സ് ആണോ, ഇവർക്ക് എന്താണ് വൈറൽ ആവുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണോ എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു അമ്മ മകൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അപ്രോച്ചേ അങ്ങ് മാറി. നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് പേരുണ്ട് വീട്ടമ്മമാര്, ഡാൻസിനോട് വർഷങ്ങളായിട്ട് പാഷനും ഇഷ്ടവും കൊണ്ട് നടന്ന്, പക്ഷെ സാഹചര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കാരണം ഇതിലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ അമ്മ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഈ മകൾ ആ മക്കൾക്കും ഒരു മോട്ടിവേഷനാണ്. ഒരിക്കലും ഈ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അമ്മമാരെ മാത്രം ഒരിക്കലും നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്കും അതേപോലത്തെ സപ്പോർട്ട് ആ മകള് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം അമ്മയ്ക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ തീർച്ചയായിട്ടും മോളുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ്, മോള് അമ്മയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ആരും കാണാതെ പോരുത്. ഈ കമന്റ്സിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറ. അല്ല പിന്നെ വേറെ സമയം എനിക്ക് മകളുടെ അടുത്തൊരു മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. മോളെ, ഇനി ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമുക്ക് കല്യാണ പ്രായമാവും. ആ സമയത്ത് അവർ പെണ്ണാണം വരുമ്പോൾ മോള് ചായ കൊണ്ട് പോകണം, അമ്മയെ കൊണ്ട് പോകരുത്.
അമ്മേനെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇടുന്നൊക്കെ. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അയ്യോ, കൊള്ളാം. ചേട്ടൻ എന്ത് ചെയ്യുന്നു ഡാഡി? ഡ്രൈവിംഗ് ആണ്. പുള്ളി കൊറിയോഗ്രാഫറും എന്റെ ഡാൻസ് മാസ്റ്ററും ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. ഉള്ള ഡാൻസേഴ്സ്. അപ്പൊ അച്ഛൻ കളിക്കാറില്ല ഡാൻസ് ഒന്നും? ഇപ്പൊ കളിക്കാറില്ല, പുള്ളിക്കാരൻ ജോബായിട്ട് ബിസിയാണ്. കൊച്ചുവേളിയിലാണോ? അതെ. അപ്പൊ സിബിന്റെ കൊച്ചുവേളിയല്ല, സിബിൻ വലിയ വേളിയാ, ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാ, തൊട്ടടുത്ത്, ഞങ്ങൾ അറിയാം. ഓക്കെ. സിബിനും കൊറിയോഗ്രാഫർ ആണല്ലോ. വർക്ക് ചെയ്തിട്ടുണ്ടോ പുള്ളി? ഇല്ല, സിബിൻ കുറച്ചുകൂടെ ജൂനിയറാ, പുള്ളി കുറച്ചുകൂടെ സീനിയറാ. അണ്ണൻ കാരണം ഈ ഫീൽഡിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതാ ഹസ്ബൻഡ്. പെട്ടെന്ന് ആ ഫീൽഡ് മാറി, കാരണം അന്ന് ഈ റിയാലിറ്റി ഷോകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാറിയതാ. ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. കണ്ടില്ലേ, അവൻ വരെ ഒന്നും മിണ്ടാനില്ല, അവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പോ എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുക്കൂ ഈ 2 പേർക്ക്. നമ്മൾ നാളെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്ന മുഖങ്ങളെയാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ കമ്മിങ്. അമ്മ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ. ഇതല്ല, ഇനി എല്ലാ ഡാൻസ് സ്റ്റൈൽസും എന്താ പറയാ പരീക്ഷിച്ചു കൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങി നിൽക്കുക. 2 പേരും ഒരേപോലെ. കുറച്ച് കഴിയുമ്പോൾ ബാക്കി 2 അങ്ങ് ഇറക്ക്. നമുക്കിതൊരു ഇറക്കി ഓൾറെഡി റെഡിയാണ്. കുറച്ചൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ മോള് വലുതാവുന്നവരെ വെയിറ്റ് ചെയ്ത പോലെ അവരും വലുതാവുന്ന. രണ്ടാമത്തെ ആള് വെയിറ്റിംഗ് ആണ്, കാരണം അവള് കണ്ടിട്ട് ഞാനില്ലല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറച്ചുകൂടെ പൊങ്ങി കഴിയുമ്പോഴേക്കേ കണ്ടന്റ് വർക്ക് ആവത്തുള്ളൂ. വെയിറ്റിംഗ് ആണ്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വളരാൻ വെയിറ്റ് ചെയ്യണം അമ്മക്ക്, എന്നാലേ കണ്ടന്റ് വർക്ക് ആവുള്ളൂ എന്നൊക്കെ. വൻ POV ആണ് ഇവിടെ. എനിവേ, once again big hands for them. Thank you so much for coming.